അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ടീനേജേഴ്സിന് വേണ്ടിയുള്ള സ്കിൻ കെയർ റൊട്ടീനാണ്. നമ്മുടെ സ്കിൻ ഏറ്റവും കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ് ടീനേജേഴ്സ് എന്ന് പറയുന്നത്. ടീനേജേഴ്സിനാണ് ഫേസിൽ കൂടുതലുമായി പിമ്പിൾസ്, ആക്നെ, ഓയിലി സ്കിൻ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കിൻ കെയർ ചെയ്യേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ് ടീനേജ് ഗ്രൂപ്പേഴ്സ്. ബട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് യോജിക്കാത്ത പ്രൊഡക്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്താൽ നല്ല 8ൻ്റെ പണി കിട്ടും, ഉറപ്പാണ്. അപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് പല ടൈപ്പ് സ്കിന്നുകളുണ്ട്. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെ പല തരത്തിലുള്ള സ്കിൻ ടൈപ്പുകളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ഇന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് പ്രൊഡക്റ്റാണ് കമൻറ്റ് ബോക്സിൽ ഇടണം. ഫസ്റ്റ് കമൻറ്റ് ആരാണോ ഇടണേ അവരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെറും 4 സ്റ്റെപ്പിലാണ് നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീൻ കാണിച്ചു തരാൻ പോകുന്നത്. വെറും സിമ്പിളായിട്ടുള്ളതും എന്നാൽ നല്ല ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു 4 സ്റ്റെപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത്. ക്ലെൻസിങ് എല്ലാവർക്കും അറിയാം. ക്ലെൻസിങ് 2 ടൈപ്സ് ഉണ്ട്. ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സും ഉണ്ട്, വാട്ടർ ബേസ്ഡ് ക്ലെൻസേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വാട്ടർ ബേസ്ഡ് ക്ലെൻസേഴ്സ് ആണ്. ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് ചില ടീനേജേഴ്സിലെല്ലാം പിമ്പിൾസ്, ആക്നെ എല്ലാം വരുന്നതായി കാണുന്നുണ്ട്. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് ആണ്. ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ക്ലെൻസറാണ്. ഇതാണ് സെറ്റഫിലിൻ്റെ ഫേസ് വാഷ്. ഇത് നല്ല ജെൻറ്റിൽ ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ഫേസ് വാഷ് ആണ്. ഫസ്റ്റ് ടീനേജേഴ്സ് ഹാർഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. ഹാർഷ് ആയിട്ടുള്ളവയെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു ഏജിൽ തന്നെ ഭയങ്കര സൈഡ് എഫക്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്ലെൻസർ നിങ്ങൾക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യുന്നതാണ്. ഈ ഒരു ക്ലെൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ഫേസ് വാഷ് പോലെ ഒത്തിരി അങ്ങോട്ട് ഫോമി ആയിട്ട് ഇരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലെൻസർ അല്ല. അപ്പം നിങ്ങൾ എന്തോരം എടുത്ത് ഒഴിച്ചാലും ഇതെന്താ പതയാത്തതെന്ന് നിങ്ങൾ ഓർക്കരുത്. ഇത് അങ്ങനെയുള്ള ഒരു ക്ലെൻസർ അല്ല. ഇതൊരു മൈൽഡ് ആയിട്ടുള്ള, അതായത് ഒരു ഫോം ബേസ് ഒന്നും ഇല്ലാത്ത ടൈപ്പുള്ള ഒരു ക്ലെൻസറാണ്. പക്ഷെ നല്ല എഫക്റ്റീവാണ്, നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടുത്തതായി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഫേസ് വാഷാണ്. ഇതാണ് ഡെർമാക്കോൻ്റെ സാലിസിനമൈഡ് ഫേസ് വാഷ്. ഇത് കൂടുതലായിട്ട് ഇഫക്റ്റീവ് ആവുന്നത് പിമ്പിൾസ് ഉള്ളവർക്ക്, ഓയിലി സ്കിൻ ഉള്ളവർക്കെല്ലാം ഈ ഒരു ഫേസ് വാഷ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ സാലിസിലിക് ആസിഡ് പ്ലസ് നിയാസിനമൈഡ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഓപ്പൺ പോർസ് എല്ലാം ഡീപ്പായി ചെന്ന് ക്ലീൻ ആക്കി നമ്മുടെ ഡേർട്ട് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഈ ഓയിലി സ്കിൻ ഉള്ളവർക്കും പിമ്പിൾസ്, ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർക്കും ഈ ഒരു ഫേസ് വാഷ് നല്ലൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം ആയിരിക്കും കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഫേസ് വാഷിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുള്ള ഒരു ടീനേജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണിത്. ഞാൻ ബിഗിനർ ആയിരുന്നപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ഫേസ് വാഷാണിത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട്, അവളുടെ പപ്പ ഫോറിനിലായിരുന്നു, അവൾ കൊണ്ടുവന്നതാണ് ഞാൻ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഫേസ് വാഷ്. ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, സ്കിൻ ഫ്രണ്ട്ലി ആണ്. അപ്പം നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് ടീനേജേഴ്സിനോട് മാത്രമാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും ഒരു ടീനേജർ ആണെങ്കിലും ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പം ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസിങ് എന്ന് പറയുന്നത്. ഈ ഒരു മോയ്സ്ചറൈസർ കൊറിയൻ മോയ്സ്ചറൈസറാണ്. ഇതാണ് ബ്യൂട്ടി ഓഫ് ജോസോൺ റൈസിൻ്റെ പ്രോബയോട്ടിക് മോയ്സ്ചറൈസർ. ഇത് നമ്മുടെ നാട് കിടന്ന് കൊറിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ബട്ട് ഈ പ്രൊഡക്റ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അറൗണ്ട് 1300 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതാണ്. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കാണിക്കുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ നിങ്ങൾ മറക്കാതെ കാണണേ. ഈ പ്രൊഡക്റ്റിൽ റൈസ് എക്സ്ട്രാക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രോബയോട്ടിക്സ് ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിൻ ബാരിയർ നല്ല സ്ട്രോങ് ആക്കാനും സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ ഒരു മോയ്സ്ചറൈസർ ഡ്രൈ ടു നോർമൽ സ്കിൻ ഉള്ളവർക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാം. ഇത് ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അടുത്തതായി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇത് കൂടുതലായിട്ട് നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം.
സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമിൽ വിറ്റമിൻ ഇ, അവക്കാഡോ ഓയിൽ, വിറ്റമിൻ B5, B3 എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒരു ക്രീം 48 hours നമ്മളെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇതാണ് ഡെർമാക്കോന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് ടീനേജേഴ്സിന് മാത്രമല്ല അഡൾട്ട് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇത് കൂടുതലായിട്ടും ഓയിലി സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മോയ്സ്ചറൈസർ നോൺ ഗ്രേസി ആണ്. നമ്മുടെ സ്കിന്നിൽ ഒരു ഹെവി ഫീലിംഗ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കാണേലും അവരുടെ ഓയിൽ കണ്ടൻറ്റ് ഒക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്യാനും ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ്, മൾട്ടിവിറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഇടുമ്പം നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഓയിലി ഫീലിൽ ഇരിക്കുന്ന കാണാം. അപ്പം അതിനൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു മോയ്സ്ചറൈസർ. ഇത് അങ്ങനെ ഒരിക്കലും നമ്മുടെ ഫേസ് ആക്കുന്നില്ല. നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടണമെങ്കിൽ ഇതൊരു ബേസായിട്ട് യൂസ് ചെയ്യുക. ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു പോൺസിൻ്റെ ഹൈഡ്ര സൂപ്പർ ലൈറ്റ് ജെൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇതും ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, നോൺ സ്റ്റിക്കി ആണ്, നോൺ ഗ്രേസി ആണ്. നമ്മുടെ സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ട ഒരു ഫീലേ ഇല്ല. നല്ലൊരു ഗ്ലോയും എല്ലാം നമുക്ക് കിട്ടും. അത് യൂസ് ചെയ്തവർക്കറിയാം അതിൻ്റെ ആ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന സ്റ്റെപ്പാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്, സൺസ്ക്രീൻ. നിങ്ങൾ ഇതൊന്നും ഇടാൻ മറന്നാലും സൺസ്ക്രീൻ ഇടാൻ ഒരിക്കലും മറക്കരുത്. നമ്മുടെ ടീനേജേഴ്സ് ആയിരിക്കും കൂടുതലായിട്ടും സ്കിന്നിൽ ടാനിങ് ഉള്ളത്. ടീനേജേഴ്സിനായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ ഇത് പെണ്ണുങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ക്രീമല്ലേ സൺസ്ക്രീൻ. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇത് ബോത്ത് ഗേൾസും ബോയ്സും ഇടേണ്ട ഒരു ക്രീമാണ് സൺസ്ക്രീൻ എന്ന് പറയും. സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്സ് ഉണ്ട്. അങ്ങനെയല്ല, സൺസ്ക്രീൻ ഗേൾസും ബോയ്സും ഒരുപോലെ യൂസ് ചെയ്യേണ്ട ഒരു ക്രീമാണ്. സൺസ്ക്രീൻ മാത്രമല്ല, ഈ മോയ്സ്ചറൈസർ ആണേലും ഇപ്പം ഞാൻ കാണിച്ച എന്ത് സാധനമാണേലും രണ്ടു പേർക്കും ഈക്വലി യൂസ് ചെയ്യാവുന്ന ക്രീംസൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം കാണിക്കാൻ പോണത് ഈ ഒരു സൺസ്ക്രീൻ ഒരു മിനിമലിസ്റ്റിൻ്റെ ഓയിലി സ്കിൻ ഉള്ളവർക്കും ആക്നി പ്രോൺ സ്കിൻ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ 10% വിറ്റമിൻ B5, സിങ്ക്, കോപ്പർ, ഹൈലറോണിക് ആസിഡ് എല്ലാം അടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മുടെ ഓയിലി സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന ഇതാണ് റീക്വലിൻ്റെ ഡ്രൈ മാറ്റ് സൺസ്ക്രീൻ. ഇത് നമ്മുടെ മേക്കപ്പിൽ ഫസ്റ്റ് ബേസ് ആയിട്ട് ഒരു പ്രൈമർ യൂസ് ചെയ്തില്ലേ, ആ ഒരു പ്രൈമർ പോലെ തന്നെയാണ് ഈ ഒരു സൺസ്ക്രീനും. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലവരൊക്കെ സൺസ്ക്രീൻ ഒക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഒരു സൺസ്ക്രീൻ വരുത്തുന്നില്ല. എല്ലാവരും SPF അടങ്ങിയ സൺസ്ക്രീൻ മാത്രം യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ കാണിച്ച ഈ സൺസ്ക്രീനിൽ SPF 50+++ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു സൺസ്ക്രീനാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലൈറ്റ് വെയ്റ്റ് സൺസ്ക്രീനാണ്. ഇതിൽ SPF 55+ഉം PA+++ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സൺസ്ക്രീനിൽ തീരെ വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. ഇതാണ് ഹിമാലയൻ്റെ സൺസ്ക്രീൻ. ഈ ഒരു സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യോജിച്ച ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ഇതിൽ SPF 15 ആണ് അടങ്ങിയിരിക്കുന്നത്. നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് നോക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ലിപ് ബാം. അപ്പം ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ലിപ് ബാമാണ്. ഇതാണ് ഡോട്ട് ആൻഡ് ഗീൻ്റെ സ്ട്രോബെറി ലിപ് ബാം. ഇത് ഒരു ടിൻറ്റഡ് ലിപ് ബാമാണ്. നമ്മൾ ഇടുമ്പോൾ ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡ് നമുക്ക് ഉണ്ടാകും. ഇത് വളരെ സേഫാണ്. ഇത് നമ്മുടെ ലിപ്സൊക്കെ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ടിൻറ്റഡ് ലിപ് ബാം നോക്കുന്നവരാണെങ്കിൽ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടുത്തതായിട്ട് ഈ ഒരു ലിപ് ബാമാണ്. ഇതാണ് വിഷ് കെയറിൻ്റെ സെറാമൈഡ് ലിപ് ബാം. ഇതിൽ SPF 50 അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലിപ് ബാം സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ സെയിം സൺസ്ക്രീൻ പോലെ തന്നെ SPF അടങ്ങിയ ലിപ് ബാം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ സെറാമൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ലിപ്പിലുണ്ടാകുന്ന വിള്ളലെല്ലാം മാറ്റി
നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലിപ്പ് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ചിലവർക്കൊക്കെ ഉണ്ടാവും നമ്മുടെ 2 സൈഡിലും നല്ലൊരു പിഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ അപ്പർ ലിപ്പിലൊക്കെ നല്ലൊരു പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അവസാനമായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ കാണുന്ന ഒരു ലിപ് ബാമാണ്. ഇതാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാം. അപ്പോൾ ഇതിൽ SPF 30 അടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വിഷ്കെയറിൻ്റെ ലിപ് ബാം പറഞ്ഞ പോലെ തന്നെ ഇതും നിങ്ങൾക്ക് ഡ്രൈ ലിപ്സ് ഉള്ളവർക്കും നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല പിഗ്മെൻറ്റേഷനൊക്കെ റിഡ്യൂസ് ചെയ്ത് നോർമൽ ലിപ്പിലോട്ട് മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇതിൽ 1% വിറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ലിപ് ബാം നിങ്ങൾക്ക് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലും നിങ്ങളുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിലും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ടീനേജേഴ്സൊക്കെ ആണെങ്കിൽ, കോളേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, അങ്ങനെ ഒരു റൂൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ടിൻറ്റഡ് ലിപ് ബാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ടിൻറ്റഡ് ആയതുകൊണ്ട് ചെറിയൊരു ലിപ് ഷെയ്ഡ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിപ് ബാം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ സ്കിൻ കെയർ വീഡിയോസിലും പറയുന്ന പോലെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇന്നൊരു ദിവസം ഒരു ക്രീം തൂത്ത്, നാളെ വേറൊരു ക്രീം തൂത്ത്, അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളത് യൂസ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ഫേസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ കാണിച്ച ഈ പ്രൊഡക്ട്സിലെല്ലാം നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടത്, യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു സ്കിൻ കെയർ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.